സർക്കാർ അനുകൂലമായിട്ടും ഡിപ്പാർട്ട്മെന്റിലെ കെടുകാര്യസ്ഥത കാരണം ന്യായമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നുവെന്ന് ESI ഡോക്ടർമാർ. പേ റിവിഷനിലെ അപാകതകൾ പരിഹരിച്ച് ആനുകൂല്യങ്ങൾ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വിഷയത്തിൽ കേരള ഗവൺമെന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കാലങ്ങളായി ആരോഗ്യവകുപ്പിന് സമാനമായ സർവീസായാണ് ESI ഡോക്ടർമാരെയും പരിഗണിച്ചിരുന്നത്. ആനുകൂല്യങ്ങളിലും വേർതിരിവില്ല. പക്ഷേ കഴിഞ്ഞ പേ റിവിഷനിൽ അപാകത വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു. സാധാരണഗതിയിൽ എല്ലാ സർക്കാർ ജീവനക്കാർക്കുമുള്ള 8 വർഷത്തെയും 15 വർഷത്തെയും ഗ്രേഡ് അത് സാധാരണ ഡോക്ടർമാർക്കുമുണ്ട്. എന്നാൽ അതിനു പകരം കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം പ്രഖ്യാപിക്കുമെന്നാണ് പേ കമ്മീഷൻ പറഞ്ഞത്. എന്നാൽ അവർക്കത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം, അതായത് ESIയിലെ IMS ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അത് ഒരു കാരണമായി കാണിച്ചുകൊണ്ട് ഡോക്ടർമാർക്കുള്ള 8 വർഷത്തെയും 15 വർഷത്തെയും ഗ്രേഡ് തരാതിരിക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട AG ഇത് ചൂണ്ടിക്കാണിക്കുകയും അവർക്കത് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ഭയങ്കരമായ അനാസ്ഥയാണ് ഉണ്ടാകുന്നത്. ഡിപ്പാർട്ട്മെന്റിലെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേരള ഗവൺമെന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. അനവധി നിവേദനങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഗവൺമെൻറ് അനുകൂലമായിട്ട് നിന്നിട്ട് പോലും ഡിപ്പാർട്ട്മെൻറ്റ് പ്രതികൂലമായിട്ടാണ് പ്രതികരിക്കുന്നത്. അതുപോലെ പേ കമ്മീഷനിൽ വന്ന അനോമലികൾ, ഹെൽത്ത് സർവീസിലെ അനോമലികളെല്ലാം പരിഹരിക്കപ്പെടുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു പേ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരികയും അതിൽ അനോമലീസ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ അനോമലി എന്തുമാത്രം ഫിനാൻഷ്യൽ ബർഡനാണ് സർക്കാരിന് ഉണ്ടാക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയിരിക്കുന്ന ഫയലിൽ ആ ഫിനാൻഷ്യൽ ബർഡൻ ചൂണ്ടിക്കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. തുല്യയോഗ്യത, തുല്യജോലി, തുല്യവേതനം എന്നീ വിഷയങ്ങളിൽ നടപടി വേണമെന്നാണ് ESI ഡോക്ടർമാരുടെ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയുള്ള സമരത്തിലേക്ക് തള്ളിവിടപ്പെടുകയാണ് ചെയ്യുന്നത്. വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ സമരത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഗവൺമെൻറ് നൽകുന്ന സഹകരണങ്ങൾ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ശക്തമായ നടപടി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സംഘടനാ ഭാരവാഹികൾ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്ക് നിവേദനം കൈമാറി. തൊഴിൽ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തങ്ങളുടെ ന്യായമായ ആവശ്യം പരിഗണിക്കുമെന്നാണ് ESI ഡോക്ടർമാരുടെ പ്രതീക്ഷ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.